കർത്താവിന്റെ നിശ്ചിതമായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ 33 ദിവസമായി ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. നാം 34-ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. 40 ദിവസത്തെ തിരുവചന ധ്യാനം നാം ദൈവത്തിന്റെ പ്ലാനിൽ ഇങ്ങനെ ക്രമീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങളിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ തിരുവചന ധ്യാനം ഏറെ പ്രയോജനം ചെയ്തു വരുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. നെഹമ്യാവിന്റെ പ്രഖ്യാപന വാക്കുകൾ നാം സദാ ചിന്തിക്കാറുണ്ട്. എതിരാളികളുടെ നടുവിൽ തലകുനിക്കാതെ, മനസ്സുമടുത്ത് ക്ഷീണിച്ച് പിൻവാങ്ങാതെ, ഉള്ളിൽ ലഭിച്ച ഉയരത്തിലെ കൃപ കൊണ്ട് ആ വലിയ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം, അവന്റെ ദാസന്മാരായ ഞങ്ങൾ പണിയും, എന്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. ദൈവമഹത്വത്തിനായി നമ്മൾ എടുക്കുന്ന ഏത് സ്റ്റെപ്പും ദൈവം ആദരിച്ചിരിക്കും. ദൈവമഹത്വത്തിനായി നാം എടുക്കുന്ന ഓരോ ചുവടും ഉറച്ചു മുന്നോട്ട് പോകാൻ ദൈവം കൃപ നൽകും. ഇടറിപ്പോകാനോ പതറിപ്പോകാനോ കർത്താവ് ഒരിക്കലും നിങ്ങളെ അനുവദിക്കത്തില്ല. കാരണം ദൈവമഹത്വത്തിനായി നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് സാധിപ്പിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം 20-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ കാണുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നല്ല ഡിസയറുകളൊക്കെ നമ്മളിൽ ഈ 2024 പൂർത്തിയാകാനായി ഇനി നമ്മുടെ മുന്നിൽ 18 ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളല്ലോ. ഈ 18 ഡേയ്സിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും, ദൈവമേ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടതകൾ, ഇത്രയും പ്രതികൂലങ്ങൾ, ഇത്രയും വേദനകൾ? ആസാപൊരിക്കൽ ദൈവത്തോട് പറഞ്ഞു, അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവർക്കൊരു വേദനയില്ല, അവര് പുഷ്ടി വെച്ച് ഇങ്ങനെ അവർക്ക് പ്രോബ്ലങ്ങളൊന്നുമില്ല, പുഷ്ടി വെച്ചവര് ഉന്തി നിൽക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഇടപെടാതെ ഉഷസ്സുതോറും ബാധിക്കപ്പെടുന്നു, പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ ഞാൻ 73-ാം സങ്കീർത്തനം നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്ന് പറയുന്നു. അഴോട്ട് വായിക്കുമ്പോൾ തൻ്റെ കാലുകൾ ഇടറുന്നു, വഴുതുന്നു, തനിക്ക് സൗഖ്യമൊന്നുമില്ല, ദുഷ്ടന്മാർക്കെല്ലാം ഒരു പ്രശ്നവുമില്ല, അവരുടെ ലൈഫ് മൊത്തം അവിടെ നമ്മൾ കാണുന്നുണ്ട്. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ എടുത്തത്. അത് തന്നെയാണ് ഇന്നും നാം ധ്യാനത്തിനായി ഉപയോഗിക്കുന്നത്. ഇന്നലത്തെ സന്ധ്യയിൽ നാം എടുത്ത വിഷയം ഓർക്കുന്നുണ്ടല്ലോ, സാന്റിഫിക്കേഷൻ, ശുദ്ധീകരണം എന്നുള്ള വിഷയമായിരുന്നു. അതിൻ്റെ തുടർമാനമായിട്ടൊരു ക്ലാസ് കൂടെ ഇന്ന് നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ലേവ്യരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്ക് ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. അവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കഴുകലിന് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇന്നലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാനിടയായി തീർന്നു, ശുദ്ധീകരണം എന്ന് പറയുന്നത്, സാന്റിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് മോർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിനോട് അനുരൂപമാകേണ്ടതിന് വേണ്ടി അത് ഓരോ ദിവസവും നമ്മൾ കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ്
നമ്മൾ ഇന്നലെ ശ്രദ്ധിപ്പാനിടയായി. ഇന്നലെ നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യവും യോഹന്നാൻ 15-3 നമ്മൾ ധ്യാനിച്ചാണ് ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. അതിൽ ഇന്നലെ അനേക വർഷങ്ങൾ പഴക്കമുള്ള മുന്തിരിവള്ളിയെ ഞാൻ നിങ്ങളെ കാണിച്ച് അതിൽ നിന്ന് സംസാരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതെ, ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് നെഹമ്യാവ് ശുശ്രൂഷകരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കണം. നിങ്ങൾ ശബത്തിനെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ജീവിതത്തിലെ ഓരോ കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ ഓരോ കഴുകലായി തന്നെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടതകളും പറയണം, ഇതെന്നെ കഴുകാനാണ്. ഒരിക്കൽ ഒരമ്മച്ചി ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി ഇങ്ങനെ, പണ്ടത്തെ കാലത്ത് മൺകലമാണല്ലോ, മൺകലത്തിലാണല്ലോ ചോറ് വയ്ക്കുന്നത്. ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതാണ് കൂടുതൽ ആരോഗ്യം. സ്റ്റീലിലും അലൂമിനിയം പാത്രത്തിലും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് മൺകലത്തിൽ ആണ് ഉപയോഗിക്കുന്നത് ആരോഗ്യകരമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ ചാരം വാരിയിട്ട് അതിൻ്റെ മൂട് കഴുകുമ്പോൾ, പാത്രങ്ങളെല്ലാം കഴുകുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഇന്നലെ ഇത് കഴുകിയ പാത്രമായിരുന്നു, ഇപ്പോൾ ഇതിൽ കരി പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇന്നലെ ഞാൻ ദൈവസന്നിധിയിൽ കഴുകൽ പ്രാപിച്ച ആളാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചാരം കൊണ്ട് ഈ മൺപാത്രം കഴുകുന്നത് പോലെ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ ജീവിത പാത്രത്തെ അങ്ങ് കഴുകണമേ എന്ന് ഒരു വാത്സല്യ മാതാവ് പ്രാർത്ഥിച്ചതായി കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുദിനം കഴുകൽ ആവശ്യമാണ് സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ ആസാബ് എന്ന ഗായകൻ, വർഷിപ്പിന്റെ ലീഡർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചാപ്റ്റർ 73 വേഴ്സ് 13. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. നോക്കിക്കേ, എന്തിനാ ഞാൻ ഇത്രയും ദൈവത്തിന് വേണ്ടി ഓടിയത്? എന്തിനാ ദൈവത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്? എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് മരിച്ച് പ്രാണത്യാഗം ചെയ്തത്? ഇപ്പോൾ എനിക്ക് എന്നാ കിട്ടിയിരിക്കുന്നത്? കാര്യം, ദുഷ്ടന്മാർക്ക് ഒരു വേദനയുമില്ലെന്നാണ് പറയുന്നത് 4-ാം വാക്യത്തിൽ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, മർത്യനെ പോലെ കഷ്ടതയിലാകുന്നില്ല, മനുഷ്യരെ പോലെ ബാധിക്കുന്നില്ല. ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെ കവിഞ്ഞൊഴുകുകയാണ്. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോട് സംസാരിക്കുന്നു. അവർ വായി ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നത അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. നോക്കുക, അപ്പോൾ താൻ ഇവാലുവേറ്റ് ചെയ്യുകയാണ് അവരും ജീവിതവും നമ്മുടെ ജീവിതവും എങ്ങനെ ഇരിക്കുന്നു. ഇത് ആക്ച്വലി ഉൾക്കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമല്ല, ഔട്ട്വേർഡ് എക്സ്പ്രഷനിൽ കണ്ട കാര്യങ്ങളാണ്. പുറം കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ എവറിത്തിങ് ഈസ് ഫൈൻ ആൻഡ് ഫണ്ടാസ്റ്റിക്, വെൽ എന്നുള്ള ചിന്തയിലാണ് പോയത്. അപ്പൊ തിരിച്ചു നോക്കിയപ്പോൾ മൂഡ് മാറിയിട്ടുള്ള ടോക്ക് കണ്ടോ? അയ്യോ, ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാരെ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിക്കുന്നു. നമുക്കെന്നും കടഭാരവും ഞെരുക്കും കാര്യങ്ങളും കഷ്ടതയും വലിയ പാടുമായിട്ട് പോകുന്നു. ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വലിയ ഗതിയും പരഗതിയും ഉണ്ടോ? നമ്മൾ താഴോട്ട് വായിക്കുകയാണ്. എന്നിട്ട് താൻ പറയാ, അയ്യോ, ഇത്രയും വലിയ ശുദ്ധീകരണവും എൻ്റെ കുറ്റമില്ലായ്മ കൈകളെയൊക്കെ കഴുകിയതും വ്യർത്ഥമായിരിക്കുന്നു. 14-ാം വാക്യം, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. നോക്കുക, നേരം വെളുക്കുമ്പോഴേ എഴുന്നേക്കാൻ വയ്യ. പ്രൈസ് ഗോഡ്. അവര് ജിമ്മിലും പോയി എക്സസൈസും കഴിഞ്ഞേച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മള് ഇങ്ങനെ 8-10 എന്നും പറഞ്ഞുകൊണ്ട് വെച്ച് പോവുക അല്ലേ? താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്?
ഇങ്ങനെ ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറകളോട് ദോഷം ചെയ്യുമായിരുന്നു. അപ്പോൾ പ്രതികാരം ചെയ്താൽ കൊള്ളാം, രണ്ടു വാക്ക് പറഞ്ഞാ കൊള്ളാം, ഇനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച് വന്നപ്പോൾ ഇത് ഗ്രഹിപ്പാൻ, ഇതെങ്ങനെയാ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു, അവർക്ക് എന്തോ ഒരു പ്രോസ്പെറിറ്റിയാ, നമുക്കോ ഭയങ്കര സ്ട്രഗിളാണ്, പരിമിതിയാണ്. പക്ഷേ പെട്ടെന്ന് തൻ്റെ മനസ്സിനകത്തൊരു പ്രേരണയുണ്ടായി. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ദുഃഖിക്കണ്ട, നീ ആലയത്തിലോട്ടൊന്ന് പൊയ്ക്കേ. മനസ്സിലൊരു പ്രേരണ. 17-ാം വാക്യം, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. സീ ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവരുടെ ജീവിതത്തിന്റെ എൻഡിങ് എങ്ങനെയാണ്. സൗരങ്ങളെ, ഈ തുടക്കം അല്ല നമുക്ക് വലിയ വിഷയം, ഒടുക്കമാണ്. അന്ത്യം മനോഹരമായിരിക്കാനുള്ള കൃപയ്ക്കാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ഈ എൻടൈമിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും വളരെ അതിപ്രധാനമുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. വലിയ പ്രതിസന്ധികളിലൂടെയാണ് താൻ മതിൽ പണിതത് എന്ന്. എങ്ങനെ? ഇന്നലെ ഞാൻ ഓർപ്പിച്ച വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഭയങ്കര ഓപ്പോസിഷന്റെയും ഭയങ്കര ഡിസ്കറേജ്മെന്റിന്റെയും. നിങ്ങളെ കുറിച്ച് പെട്ടെന്ന് 4 പേര് അപവാദം പറയുക. അറിഞ്ഞോ ആ സഹോദരിയെ കുറിച്ച്? അറിഞ്ഞോ? എന്തു അറിഞ്ഞില്ല? അറിഞ്ഞില്ല, ഇതുവരെ അറിഞ്ഞില്ലയോ? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ജിജ്ഞാസയാണ്. ഒരു കാര്യം കേട്ടാൽ അത് അങ്ങനെയാണോ എന്ന് പരിശോധിക്കുന്നവരല്ലല്ലോ കൂടുതൽ, അത് പോളിഷ് ചെയ്ത് പറയുന്നവരാണ് കൂടുതൽ. സഹോദരങ്ങളെ, ഇതുപോലെ അസാധാരണമായ അപവാദങ്ങളുടെ നടുവിലൂടെയാണ് നെഹമ്യാവ് പോയത്. പക്ഷേ ഇന്നലെ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു, തൻ്റെ ജീവിതത്തിന്റെ ഡെഡിക്കേഷനാണ് അവനെ നിലനിർത്തിയത്. അവൻ ആളുകളെ ഒരുക്കി നല്ല ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന് മനോഹരമായ പവർഫുൾ ലീഡർഷിപ്പാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്ന ലീഡർഷിപ്പ്. നോക്കുക, ഇവിടെ ആലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്കൊരു കാഴ്ചപ്പാട് കിട്ടി. കൂട്ടായ്മയിലാണ് നമ്മുടെ ആത്മീയ വളർച്ചയിരിക്കുന്നത്. ഓർത്തിരിക്കണം, ഒരുവനേക്കാൾ 2 നല്ലത് എന്നാണ്. നിങ്ങളുടെ കൂട്ടായ്മയിൽ ആത്മീയ വളർച്ച ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ മുഷിഞ്ഞു പോകരുത്. കാരണം നിങ്ങൾ കത്തിയാൽ കൂടുള്ളവരെല്ലാം കത്തും. കണ്ടിട്ടില്ലേ? തീ ശക്തമായി കഴിഞ്ഞാൽ പച്ചവറവ് എടുത്തിട്ട് പെട്ടെന്ന് കരിയും, അല്ലേ? 4 ഉണക്കവറവ് ഒന്ന് കത്തി റെഡിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഈ ചില മുട്ടം പോലെ ചില ഇരിക്കുന്ന ആളുകളുണ്ട്, സ്തുതിക്കത്തുമില്ല, ആരാധിക്കത്തുമില്ല, മയിൽക്കുറ്റി പോലെ വന്നിരിക്കും, ഇരുന്നങ്ങ് ഉറങ്ങും. നിങ്ങൾ അവരെ ഒന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. ചില കുറ്റികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചിരിക്കുക. എന്തിനാണെന്നറിയുക? കല്യാണത്തിന് വലിയ അണ്ടാവ് വെക്കുന്ന സമയത്ത് അത് കയറ്റി അതിനകത്തോട്ട് അങ്ങ് വയ്ക്കും. അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? കത്തും. അവിടെ ഇരുന്ന് വേവും. ഇതുപോലെ വലിയ വിഷയങ്ങളൊക്കെ വരുമ്പം കത്താത്തതിനെ എല്ലാം ദൈവം കത്തിക്കും. ഒന്നും പേടിക്കണ്ട. അനങ്ങാത്തതിനെല്ലാം അനക്കും, ഇളകാത്തതിനെല്ലാം ഇളക്കും, പുറത്തു വരാത്തതിനെല്ലാം പുറത്തു വരും. അതിന് തക്കതായ ഇഷ്യൂ ഉണ്ടാക്കുമെന്നേ, അതിനുള്ളത് റീസൺ ഉണ്ടാക്കും. ഈ കംഫർട്ട് സോണിൽ നിന്നൊക്കെ ദൈവം വലിച്ച് പുറത്തിടും. അങ്ങനെയുള്ള സമയം വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പ്രാർത്ഥിക്കാനുള്ള വിഷയം കയറി വരുന്നത്. അതുകൊണ്ട് നമ്മളെ നടത്തുന്ന വിധങ്ങൾക്ക് ഒത്തിരി നന്ദി പറഞ്ഞോണം. താൻ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. നോക്കിക്കേ, അവിടെയാണ് തൻ്റെ ഹൃദയത്തിന്റെ കണ്ണ് ദൈവം തുറന്നത്. നീ അവരെ നിശ്ചയമായി അവരെ എന്ത് ചെയ്തു? വഴുവഴി നിർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? They are standing the place which is called slippery place. വഴുവഴുപ്പിലാണ്. അപ്പൊ സുന്ദരിയാണേലും വഴുവഴുപ്പിൽ സ്ലിപ്പർ വിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓർത്തിരുന്നോണം. ഇതുപോലെയാണ് സ്ലിപ്പർ ഇട്ടുകൊണ്ട് സുന്ദരി ഡാൻസ് കളിക്കുക പായലിന്റെ മണ്ടയിൽ. എങ്ങനെയിരിക്കും? ഇത്രയുള്ള സഹോദരങ്ങളെ, ദൈവഹിതം വിട്ടുള്ള ഏത് ചാട്ടവും അധികം ഓടില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു മനുഷ്യന് ഓടി ഒളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവമേ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും?
തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദൈവഹിതം വിട്ട് ഓടുന്നവരെല്ലാം ഇച്ചാറ ഇന്നാറാന്ന് ഭയങ്കര സാക്ഷ്യമായിട്ട് ഞാൻ തിരിച്ചു വരും. പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാതിരുന്ന് കർത്താവിനങ്ങ് നന്ദി പറഞ്ഞേച്ചാൽ മതി. ഇതിന്റെ എല്ലാം പുറകെ എന്തുവാ ചാറ്റ് ചെയ്യുന്നത്? ആരുമായിട്ടാ ഇമെയിൽ അയക്കുന്നത്? നിങ്ങൾക്ക് എത്ര ദൂരം പോകാൻ പറ്റും? എത്ര നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും? ഒന്നുമല്ല. നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ടെന്ന് അറിയുന്നു. നിങ്ങളുടെ കണ്ണിന് വെള്ളെഴുത്തായാലും ദൂരക്കാഴ്ച കുറയാത്ത ദൈവം ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്നവനാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. 4 തലമുറയ്ക്ക് ശേഷം നടക്കാനുള്ള കാര്യത്തെ ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞ ഇസ്രായേലിനോടുള്ള വാഗ്ദത്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രൈസ് ലോർഡ്. എന്ന് രാവിലെ താഴ്മയോട് വിളിച്ചു പറയാം. അതുകൊണ്ട് നിങ്ങൾ അധികം വ്യസനിക്കാതെ, അനാവശ്യമായ ഉത്കണ്ഠകളാൽ നിങ്ങളുടെ മനസ്സിടിയാതെ, ഉള്ള സന്തോഷവും ധൈര്യവും കെട്ടുപോകാതെ എന്തായിത്തീരും എങ്ങനെയായിത്തീരും എന്നുള്ള ചിന്താഗതികൾ വിട്ടിട്ട് ഇതാ കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പറയുകയാണ്, ആമേൻ, നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. നോക്കുക, നമ്മുടെ യഥാർത്ഥമായ ഉൾക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പല തെറ്റിദ്ധാരണകളും മാറുമല്ലേ? നമ്മുടെ ഉത്കണ്ഠകൾ മാറുമല്ലേ? നമ്മുടെ ഭയം വിട്ടുമാറി. ഈ ദിവസങ്ങളിൽ ഈ തിരുവചന ധ്യാനത്തിൽ നിങ്ങളുടെ മനസ്സ് ടോട്ടലി ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലകളിൽ ഭരിച്ച മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, ഭയങ്ങൾ, ഞെട്ടലോടെ ഉറങ്ങിക്കൊണ്ടിരുന്ന രാത്രികൾ, ദുർസ്വപ്നം കണ്ട് ഉണർന്ന രാത്രികൾ, യേശുവിന്റെ നാമത്തിൽ അന്താളിച്ചു നിന്ന ദിനരാത്രങ്ങൾ, ഇവയെല്ലാം നിങ്ങളെ വിട്ടുമാറിപ്പോകുന്ന ആ ദൈവവചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആ വചനം ഇതിനെല്ലാം പുറത്താക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വലിയ കഴുകൽ വചനത്താലും യേശുവിന്റെ രക്തത്താലും നടന്നുകൊണ്ടിരിക്കുന്നതിനായി നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കണം. നോക്കുക, പുറം കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ദുഷ്ടന്മാരുടെ സിറ്റുവേഷൻ ഹൈ പ്രൊഫൈലാണ്. എങ്ങും നമ്മൾ എത്തിയില്ല അല്ലേ? പക്ഷേ ആലയത്തിൽ ചെന്നപ്പോൾ ഇതുവരെയും പറഞ്ഞതല്ല, അതിന്റെ യാഥാർത്ഥ്യം കാണേണ്ടത് കാണണമെങ്കിൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നേ പറ്റൂ. ഈ കണ്ണ് തുറക്കാതിരിക്കുമ്പോഴാണ്, ഉൾക്കണ്ണ് തുറക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളതെല്ലാം വലിയ പ്രശ്നങ്ങളായി തീരുന്നത്. എലീശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. യജമാനനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആദ്യം കരഞ്ഞ് നിലവിളിച്ച പെട്ടുപോയല്ലോ, ഇനിയും ജീവിക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ച് പ്രാണഭയത്തിലായി ശത്രു വളഞ്ഞപ്പോൾ വചനത്തിൽ കാണുന്നു, യഹോവയെ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, യജമാനനെ, അഗ്നിമയമായ രഥങ്ങളും അശ്വങ്ങളും, ഇവിടുത്തെ ആർമി പ്രാണൻ പോയാൽ അവിടെ കിടക്കും. പക്ഷെ ദൈവത്തിന്റെ ആർമിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല സഹോദരങ്ങളെ. ഇന്ന് രാവിലെ നിങ്ങൾ ബലം ധരിക്കണം, ധൈര്യപ്പെടണം, കർത്താവിന്റെ സന്നിധി പറയണം, യെസ് ലോർഡ്, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് തുറന്നു കഴിഞ്ഞ് ആ ഉൾക്കണ്ണ് പ്രകാശിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന തലമുറകളിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ചില സമയങ്ങൾ എടുത്തെന്ന് വരും, അല്പ നാളുകൾ എടുത്തെന്ന് വരും. വിഷമിക്കണ്ട. ദൈവകൃപയുടെ പാളയം വിട്ടൊന്നും പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന് മാറിയാൽ അടി പാഴ്സലായിട്ട് പുറകെ വരും. എന്തുകൊണ്ട്? ദൈവം ബാലശിക്ഷ നൽകുന്നതിന്റെ ഉദ്ദേശം കർത്താവ് വില കൊടുത്തതാ. അതുകൊണ്ട് ശത്രു റോങ് വേയിലൂടെ, റോങ് മൈൻഡിലൂടെ, റോങ് പാത്തിലൂടെ, അത് ഫേക്ക് ഫാൾസ് ആയിട്ടുമുള്ള ഡോക്ട്രിൻസിലൂടെ വലിച്ചിഴയ്ക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അഥവാ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലുള്ളവരെ ദൈവകൃപയിലേക്ക് നയിക്കുവാൻ പിൽക്കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ മക്കളെ ഉപയോഗിക്കും എന്ന് ഞാൻ ഉറപ്പായി പറയാം. ഇത് നിങ്ങൾ കർത്താവിൽ ധൈര്യപ്പെടേണ്ട കാര്യമാണ്. നോക്കുക, പക്ഷേ ആ എൻഡിങ് കണ്ടത് എന്താണ്? നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ തനിക്ക് മനസ്സിലായി, അയ്യോ, 22-ാം വാക്യം, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു, എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കും.
അപ്പൊ ദുഷ്ടന്മാരുടെ സമൃദ്ധിയൊക്കെ കണ്ട് മനസ്സിടിഞ്ഞ ആള് ആമേൻ വല്ലാതെ ഭാരപ്പെട്ടിരുന്നപ്പോൾ ആലയത്തിൽ ചെന്ന് ധ്യാനത്തിലേക്ക് കയറിയപ്പോൾ തന്നെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടി, ദുഷ്ടന്മാരെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. ദുഷ്ടന്മാരെ കുറിച്ച് കണ്ടത് അവരുടെ ഫ്യൂച്ചർ അപകടകരമാണ്, അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ വഴുവഴുപ്പിലാണ്. അപ്പൊ അത് പിടിച്ചു നിൽപ്പുണ്ടാകില്ല എന്നാണ് അതിന്റെ മർമ്മം. സ്തോത്രം, വീണുപോകും. എന്നാൽ തന്നെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയത് എന്താണ്? 23-24 വാക്യം. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നത്. എത്ര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം അല്ലെ. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? യെസ്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ താൻ കണ്ട വെളിപ്പാട് എന്താണ്? ഇതാ, എൻ്റെ വലങ്കൈക്ക് തമ്പുരാൻ പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. അടുത്തത് പറയുന്ന എന്താ? നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. അടുത്തത് പിന്നത്തേതിൽ ഹിയർ ആഫ്റ്റർ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സൗരങ്ങളെ, ഇവിടെ ഒന്നും മഹത്വമില്ല കേട്ടോ. ഇവിടെ ഉള്ളതെല്ലാം ടെമ്പററി ആണ്. മഹത്വം പിന്നീടാണ് വരുന്നത്. നോക്കുക, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമീൻ പറയാൻ പറ്റും? അതെ, ഈ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന ദൈവം, വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നത് ഇതിലങ്ങ് ഉറയ്ക്കണം ഇന്ന് രാവിലെ കേട്ടോ. സ്തോത്രം. നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്തിനാ? നിങ്ങൾക്ക് ഫുട് പ്രിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നും കാണുന്ന ഒരു സ്വപ്നം, 4 കാൽപാദങ്ങൾ. ഈ 4 കാൽപാദങ്ങൾ കാണുമ്പോൾ തനിക്ക് സന്തോഷമായി. 2 ദൈവത്തിൻ്റെതും 2 തൻ്റെതുമാണെന്ന് മനസ്സിലായി. കൂടെ നടക്കുകയാണ്. പക്ഷെ ഒരു ദിവസം താൻ കണ്ട സ്വപ്നം 2 കാൽപാദമില്ല. താൻ അലറിക്കരയുകയാണ്, ദൈവമേ എന്നെ വിട്ടിട്ട് നീ പോയോ എന്ന് പറഞ്ഞ് അസാധാരണമായി താൻ നിലവിളിക്കുകയാണ്. അപ്പോൾ തന്നോട് ദൈവം ഹൃദ്യമായി സംസാരിക്കുകയാണ്, മോനെ, അതെ, കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഒന്നിച്ചാണ് നടന്നത്. ആ മണലാരത്തിൽ കാണുന്ന 4 കാൽപാദങ്ങളിൽ 2 നിന്റേതും 2 എന്റേതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ കാണുന്ന 2 കാൽപാദങ്ങളുണ്ടല്ലോ, അത് നിന്റേതല്ല, അതെന്റേതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിനക്ക് സഹിക്കാവുന്ന പ്രതികൂലത്തിലൂടെയാണ് നീ കടന്നുപോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം നീ അറിയാത്ത വലിയ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നീ അത് അറിഞ്ഞില്ല. നിനക്കത് തനിയെ അത് ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, നിനക്ക് അതിനെ അതിജീവിപ്പാനുള്ള ബലമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഭുജത്തിൽ നിന്നെ വഹിച്ചു. സ്തോത്രം. ഇപ്പോൾ കാണുന്ന ആ കാൽപാദങ്ങൾ നിന്റേതല്ല, എന്റേതാണ്. അതേ സഹോദരങ്ങളെ, അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുന്ന ദൈവം, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുന്ന ദൈവം, പാറമേൽ നിന്നെ ഉയർത്തുന്ന ദൈവം, ഇതാ നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവം നിനക്ക് കരം തന്നാൽ ദൈവമായിട്ട് കൂട്ടായ്മയായെന്നാണ്. പൗലോസും ബർന്നബാസും തിരുവചനത്തിൽ കാണുന്ന പോലെ അവർ കൂട്ടായ്മയുടെ വലങ്കരം തന്നു എന്ന് വായിക്കുന്നത് പോലെ, സ്തോത്രം, ഇന്ന് രാവിലെ സമയം ആരും നിന്റെ കൂടെ പ്രാർത്ഥിക്കാനില്ലെങ്കിലും, ആരും നിന്റെ വിഷയം അറിയുന്നില്ലെങ്കിലും, ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിലാണ് നീ കഴിയുന്നതെങ്കിലും, തിരുവചനം പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഇതാ നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അത് നിങ്ങളുടേതായി ഏറ്റെടുത്താൽ, അതെ, എൻ്റെ കർത്താവ് എൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ? ഇനി വേറൊരാളുടെ അഡ്വൈസിലല്ല നിന്റെ മൂവ്മെന്റ്, നിന്റെ മുന്നോട്ടുള്ള യാത്ര. കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നടത്താൻ പ്ലാനുണ്ട്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യിൽ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടി ആലോചനയുണ്ട്. എന്തായിത്തീരും കർത്താവെ? കാര്യങ്ങൾ കുഴയുകയാണ്, എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മക്കളെ, ദൈവവചനം പറയുന്നു, നിന്റെ കൈക്ക് മുറുക്കി പിടിച്ചവൻ പാതി വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. നീ മഹത്വം കാണാൻ പോവുകയാണ്. നീ പ്രഷ്യസായ ഡേയ്സിലേക്ക് നിന്റെ ചുവട് നീങ്ങാൻ പോവുകയാണ്.
ഇപ്പൊ മുള്ളും പറക്കാരെയും ഒക്കെയാണ്, കാലിൽ കൊണ്ട് നോവുന്നത് പോലെ ജീവിതം മുഴുവൻ പെയിൻ ആണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മഹത്വകരമായ ഒരു തലം നിനക്ക് വരികയാണ്. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. 25-ാം വാക്യത്തിൽ പറയുന്ന, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ വേറെയൊന്നും ആഗ്രഹിക്കുന്നില്ല. അവസാന വാക്യത്തിലേക്ക് നിങ്ങൾ വായിച്ചാൽ അറിയാം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താ? കുറ്റമില്ലായ്മ എന്റെ കൈ കഴിയത് വെറുതെ ആയിപ്പോയി, പ്രൈസിൽ ഓടിയത് വെറുതെ ആയിപ്പോയി, അധ്വാനിച്ച് വെറുതെ ആയിപ്പോയി, ഇടിവിൽ നിന്ന് വെറുതെ ആയിപ്പോയി, ചെയ്ത് വെറുതെ ആയിപ്പോയി, പ്രാർത്ഥിച്ചത് വെറുതെ ആയിപ്പോയി, കൊടുത്തത് വെറുതെ ആയിപ്പോയി, എല്ലാം ചെയ്ത് വെറുതെ ആയിപ്പോയി എന്ന് പറയുമ്പോൾ ദൈവത്തിനെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി, കൂട്ടായ്മ ദൈവത്തിന് നമ്മളുമായിട്ടേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. തിരിച്ചു വരാം. അപ്പോൾ സാന്റിഫിക്കേഷൻ താൻ പറയുകയാണ്, കുറ്റമില്ലായിൽ കൈകളെ കഴി. അതേ സഹോദരങ്ങളെ, തിരുവചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയത്തിന്റെ ക്ലീനിങ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണം നടക്കുന്ന തലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് 3 മേഖലയിലുള്ള സാന്റിഫിക്കേഷൻ ആണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1, ഹോൾ സ്പിരിറ്റ്. 2, അവർ സോൾ. 3, അവർ ബോഡി. സ്തോത്രം. അത് 1 തെസ്സലോനിയൻ ചാപ്റ്റർ 5 വേഴ്സ് 23 and 24 ഒന്ന് വായിക്കണം. 1 തെസ്സലോനി 5-ാം അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങൾ, 23, 24 വാക്യങ്ങൾ. 1 തെസ്സലോനി 5-ാം അധ്യായം അതിന്റെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സാന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വൺ സൈഡ് അല്ല. സ്തോത്രം. കഴുകൽ മുഴുവനായിട്ടാണ്, മൊത്തത്തിൽ കഴുകണം. വളരെ നാളുകൾക്ക് മുമ്പ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് കണ്ടമാനം ഫാസ്റ്റിംഗ് ലൈഫ് ഉണ്ടായിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ എൻ്റെ അടുത്ത ആളുകൾക്ക് ഇരിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ വായിലെ സ്മെല്ല് ഭയങ്കരമായി മാറി. എൻ്റെ മൂത്ത സഹോദരൻ പറഞ്ഞു, മോനെ, നിനക്ക് കുടലിൽ എന്തോ പ്രയാസമുണ്ട്, നീ ഡോക്ടറെ ഒന്ന് കാണിക്കണം. കാരണം എനിക്ക് ഒരു 2 ഉരുള ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് നിറയുന്ന പോലെ തോന്നും. വളരെ ശരീരം മെലിഞ്ഞ് ക്ഷീണിതനായി മാറി. സ്തോത്രം. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ എനിക്ക് റെഫർ ചെയ്തു. എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് അത്യാവശ്യമായിട്ട് ഇൻഡോസ്കോപ്പിയും ചെയ്യണം, കൊളനോസ്കോപ്പിയും ചെയ്യണം. കാരണം അതിഭയങ്കരമായ ഏമ്പക്കമാണ്. ഒരു ദിവസം ഒരു 100-150 ഏമ്പക്കം പെടും. അതുപോലെ വല്ലാത്ത ഗ്യാസിന്റെ പ്രയാസമായി. എനിക്കൊന്നും പോകാനൊക്കത്തില്ല. വല്ലാത്ത അസ്വസ്ഥതകളാണ് രാവും പകലും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു, നീ ഇതിലേക്ക് മൂവ് ചെയ്യാൻ. സ്തോത്രം. അങ്ങനെ ഞാൻ പോയി പരിശോധനയെല്ലാം കഴിഞ്ഞ, നമുക്കറിയാം മെഡിക്കലി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, രാവിലെ ചെന്നു പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കുടല് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ തലേ ദിവസമേ വയറ് ഇളക്കി ആ ഒരു ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം കുടല് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറെ ജാറിനകത്ത് ഓറഞ്ചിന്റെ ഫ്ലേവറുള്ള വെള്ളം തന്ന് അത് മുഴുവൻ കുടിക്കുകയാണ്. 5 ലിറ്റർ വെള്ളം തന്നു, ഓരോരുത്തർക്കും ഓരോ ബാത്റൂം. ഇങ്ങനെ പോവുക. ക്ലീൻ ആയി കഴിഞ്ഞ് പിന്നെ അനസ്തേഷ്യ തന്ന് നമ്മൾക്ക് കൊളനോസ്കോപ്പി ചെയ്യുകയാണ്. ട്യൂബ് ഉള്ളിലേക്ക് കടത്തി വിട്ട് ആ സ്ക്രീനിലൂടെ നമുക്കത് കാണാൻ പറ്റും. അത് പുറത്തെടുക്കുമ്പോൾ നമ്മുടെ വയറിനെ മുഴുവൻ നിറച്ചിട്ട് അത് മുഴുവൻ ക്ലീൻ ചെയ്ത് പുറത്തെടുക്കുമ്പോൾ കുറെ കോട്ടൺ നമ്മുടെ ബാക്കിൽ വെച്ച് അത് മുഴുവൻ, ഈവൻ ബ്ലീഡിങ് വരെ ഉണ്ടാകും. അത് മുഴുവൻ പണ്ടത്തെ പൈപ്പ് ഊരുമ്പോൾ അതിനകത്ത് ക്ലാവ് പിടിച്ചിരുന്നത് പോലെ മുഴുവൻ ക്ലീനപ്പ് ചെയ്ത് പുറത്തെടുത്തു. പിന്നെ ഇൻഡോസ്കോപ്പി ചെയ്തു. അതോടുകൂടി കുടല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അസ്വസ്ഥത മാറി. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നിങ്ങളുടെ ആത്മാവും ദേഹവും
അതേ ദേഹിയും അശേഷം. അപ്പോൾ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വൈദ്യശാസ്ത്രത്തിലും ഡോക്ടേഴ്സിലും നമ്മൾ പോയി കൺസൾട്ട് ചെയ്ത്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനുശേഷമാണ് എൻ്റെ ശരീരം, എനിക്ക് 37 കിലോയുള്ളായിരുന്നു ആ സമയങ്ങളിൽ, ശരീരത്തിന് ഇപ്പം 70 കിലോയുണ്ട്. അപ്പോൾ ശരീരസന്നിധിയിലുള്ള ആ ഒരു ബലഹീനതയ്ക്ക് കാരണം എന്തായിരുന്നു? ഭക്ഷണം എടുക്കാൻ സമ്മതിക്കുന്നില്ല, ശരീരം പുഷ്ടി പ്രാപിക്കാൻ പറ്റുന്നില്ല. എന്താ? ഉള്ളിൽ അടിഞ്ഞുകൂടി, കുടലിൽ അടിഞ്ഞുകൂടി കിടന്ന അശുദ്ധിയായിരുന്നു. അതെന്ത് ചെയ്തു? പുഷ്ടിയെ തടഞ്ഞു, ആരോഗ്യത്തെ തടഞ്ഞു, വളർച്ചയെ തടഞ്ഞു, മുന്നോട്ടുള്ള മൂവ്മെന്റിനെ എല്ലാം തടഞ്ഞു. ഇത് ശരീരത്തിന്റെ ശുദ്ധിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ ആത്മമനുഷ്യനിലും സംഭവിക്കുന്നത്. ശരിയായ കഴുകൽ നമ്മളിൽ നടക്കണം സഹോദരങ്ങളെ. ആ കഴുകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വേദന നിറഞ്ഞതാണ് കഴുകൽ. അത് നമ്മളെ പല സ്ട്രെസ്സിലൂടെ വിട്ടെന്ന് വരും, പല പെയിനിലൂടെ വിട്ടെന്ന് വരും. എന്നാൽ മനസ്സോടെയോ അവൻ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നത്. ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് നമ്മുടെ കഴുകലിനൊരു കാരണമാക്കി ദൈവം മാറ്റാറുണ്ട്. ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരവിനൊരു കാരണമാക്കി തീർക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പന്നി ഒരിക്കലും ആകാശത്തേക്ക് നോക്കത്തില്ല, ഒറ്റ പ്രാവശ്യമേ നോക്കത്തുള്ളൂ. എപ്പോഴാണെന്നറിയാമോ? അതിന്റെ തല കണ്ടിക്കാൻ മേളിലോട്ട് പിടിക്കുമ്പോൾ മാത്രമേ നോക്കത്തുള്ളൂ. പലപ്പോഴും മനുഷ്യരുടെ ചിന്താഗതികൾ, വിചാരങ്ങൾ മുഴുവൻ മെറ്റീരിയലൈസ്റ്റിക് ആയിട്ടാണ്. ഉയരത്തിലേക്ക് നോക്കാനേ മനസ്സില്ല. ഏത് കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചാലും ഈ ലോകത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അയൽവാസിക്ക് ഒരു വീടുണ്ട്, അതിനേക്കാൾ വലിയ വീട് വെക്കണം. അപ്പുറത്തുള്ള ആളിനൊരു കാറുണ്ട്, അതിനേക്കാൾ വില കൂടി ഇത് മേടിക്കണം. എല്ലാം കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയർന്ന കാര്യങ്ങൾ ചിന്തിക്കണം, ഉന്നതമായ കാര്യങ്ങൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മള് പല കാര്യത്തിന്റെ അർത്ഥം നമ്മൾ എടുക്കുന്നത് തെറ്റായിട്ടാണ്. പണ്ട് ട്രൈബിലുള്ള ഒരു മനുഷ്യന്റെ മോന് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ, കല്യാണം കഴിഞ്ഞപ്പോൾ അവനെ വീട്ടിലോട്ട് വിട്ടപ്പോൾ അപ്പൻ 2-3 കാര്യം പറഞ്ഞു കൊടുത്തു. മോനെ, നീ ചെന്നാൽ ഉയർന്ന സ്ഥലത്തെ ഇരിക്കാവൂ, കട്ടിയുള്ള വാക്കുകളെ പറയാവൂ. അപ്പൊ അവനോട് പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ, അവന് വിദ്യാഭ്യാസമില്ലാത്ത പയ്യനാണ്, അവൻ വീട്ടിൽ കട്ടിയുള്ള കാര്യങ്ങൾ കണ്ടത് ആട്ടുകല്ല്, അരകല്ല്, അമ്മിക്കല്ല്, ഇതൊക്കെയാ കണ്ടത്. അപ്പൊ അവനോട് പലത് ചോദിച്ചപ്പോൾ പറഞ്ഞ് കട്ടിയുള്ള വാക്കേ പറയാം. അവനോട് ചോദിക്കുമ്പോഴെല്ലാം ആട്ടുകല്ല്, അരകല്ല്, അമ്മിക്കല്ല് ഇതാ പറയുന്നത്. അപ്പൊ ചെന്നപ്പോൾ അവൻ കയറിയിരുന്നത് തട്ടിന്റെ പുറത്താ. കാര്യം അപ്പം പറഞ്ഞ നീ ഉയരമുള്ളിടത്ത് ഇരിക്കണമെന്ന്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അത് വിവേചിക്കാതെ, തിരിച്ചറിയാതെ നമ്മൾ അബദ്ധങ്ങളും ബുദ്ധിഹീനതകളും കാണിക്കാറുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇവിടെ തെസ്സലോനിക്കൻ ലേഖനത്തിൽ നാം വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്താണ്? പ്രിയ ലൈസ വായിച്ചാട്ടെ. അതെ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇത് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, സാന്റിഫിക്കേഷൻ. സഹോദരങ്ങളെ, നമ്മുടെ എഴുത്തുകളിൽ വിശുദ്ധമായ എഴുത്തുകളായിരിക്കണം. നമ്മുടെ നോട്ടത്തിൽ വിശുദ്ധമായ കാഴ്ചപ്പാടായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ വിശുദ്ധമായ കാഴ്ചപ്പാടായിരിക്കണം. നമ്മുടെ വിചാരങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. വചനം പറയുന്നു, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം കർത്താവേ നിനക്ക് പ്രസാദമായിരിക്കട്ടെ, എൻ്റെ വായിലെ വാക്കുകൾ നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ആമേൻ. നാവിന് കടിഞ്ഞാണിടേണ്ടടുത്ത് ഇട്ടേക്കണം. സ്തോത്രം. എന്തോ നിങ്ങൾ എതിരായി സംസാരിച്ചാലും നിങ്ങൾ സ്തോത്രം പറഞ്ഞ് കേൾക്കാൻ തയ്യാറാകണം. എത്ര പ്രാവശ്യം അവർ പറയും, കുറെ പ്രാവശ്യം കഴിയുമ്പോൾ അവർക്ക് തന്നെ കുറ്റബോധം ഉണ്ടാവും. ഇത്രയും കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടും അവളൊരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. ഇവളുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റമാണല്ലോ. എത്ര പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവൾ പ്രകോപനത്തിന് പ്രതികരിക്കുന്നില്ല. കർത്താവിനെ പല പ്രാവശ്യം ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയെങ്കിലും ചില സമയത്തൊന്നും ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തുന്ന വാക്കുകൾ കാതിൽ കേൾക്കുമ്പോൾ
അത് കർത്താവ് കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞിരിക്കാൻ കൂടെ നമ്മൾ തയ്യാറാകണം. എന്നാലേ ശുദ്ധീകരണം ശരിയാകും. ഒരു വീട്ടിന്റെ മുന്നിൽ 3 കുരങ്ങന്മാരെ സിമെന്റ് കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കുരങ്ങൻ 2 കൈ കൊണ്ട് കണ്ണ് പൊത്തിയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇങ്ങനെ കണ്ണ് പൊത്തിയിരിക്കുകയാണ്. അടുത്ത കുരങ്ങനെ വെച്ചപ്പോൾ കാത് പൊത്തിയിരിക്കുകയാണ്. അടുത്ത കുരങ്ങനെ വെച്ചിരിക്കുകയാണ് വാ പൊത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു അപ്പച്ചൻ വിളിച്ച് മക്കളെ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, 3 കുരങ്ങന്മാരെ സ്റ്റാച്യു ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒരാള് കണ്ണ് പൊത്തിയിരിക്കുന്നു 2 കൈ കൊണ്ട്, ഒരാൾ 2 ചെവി കൊണ്ട് 2 കൈ കൊണ്ട് ചെവി പൊത്തിയിരിക്കുന്നു, ഒരാൾ 2 കൈ കൊണ്ട് വാ പൊത്തിയിരിക്കുന്നു. എന്താ അർത്ഥം വല്ലതും മനസ്സിലായോ? ഒന്നും പിടികിട്ടിയില്ല. അപ്പൊ പറഞ്ഞു, മോനെ, കണ്ടതും കേട്ടതും മിണ്ടരുത്. എന്താണ്? കണ്ടതും കേട്ടതും മിണ്ടരുത്. ശുദ്ധീകരണത്തിന് നമ്മുടെ അധരം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശുദ്ധീകരണത്തിന് നമ്മുടെ കാതിന് പരിച്ഛേദന ആവശ്യമാണ്. ആമേൻ. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒടുവിൽ വന്ന് പറയുന്നത് ഇന്ദ്രിയജയം എന്നുള്ള വാക്കാണ്. ലൈംഗികതയിൽ നിന്നുള്ളതായ അതേ മോചനം എന്ന് മാത്രമല്ല അതിനർത്ഥം. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. 1 കണ്ണ്, പിന്നെ ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയജയം എന്ന് പറയുമ്പോൾ ഇവയാണെന്ന് ഓർത്തുകൊള്ളണം. കണ്ണിന് ഇഷ്ടമുള്ളതിലേക്ക് വലിച്ചടയ്ക്കുമ്പോൾ പറയണം, എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തിരിക്കുന്നു, ഞാനൊരു ദൈവ പൈതലാണ്. ആമീൻ. കാതിലേക്ക് പലത് വരുമ്പോൾ ആസ്വദിക്കാൻ പോകുകയല്ല ആവശ്യം. അതെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്ന് ഫോണിൽ, ഇന്റർനെറ്റിൽ മില്യൺസും ബില്യൺസ് അതെ മോശമായ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. ഏത് വിധത്തിലും ആരെയും വെറുതെ വിടാതെ പരസ്യങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാലം. ദുർനടപ്പും അതേ പാപദാഹത്തിന് പരവേശം നൽകുന്ന നവീനമായ ധാരാളം കാഴ്ചകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ഇതിന്റെ നടുവിൽ നിങ്ങളോടൊരു മർമ്മം പറയാം. കടലിലെ മത്സ്യം പിടിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഒരിക്കലും അതിന് ഉപ്പുരസമില്ല. അത് ജനിച്ച് വളർന്ന് വലയിൽ കയറുന്നിടം വരെ കിടന്നത് ഉപ്പിനകത്ത് തന്നെയാണ്. പക്ഷേ വീട്ടിൽ അതിനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കഴുകണം, പിന്നെ ഉപ്പ് പാകത്തിനിട്ടെങ്കിലേ രുചി വരത്തുള്ളൂ. എന്താണത്? പ്രൈസ് ഗോഡ്. ആ ഉപ്പിനകത്താണ് വളരുന്നത്, പക്ഷെ ഉപ്പ് കയറുന്നില്ല. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകപ്രകാരം ജീവിക്കുന്നില്ല. കർത്താവ് പറയാനിടയായി തീർന്നു, കർത്താവെ, അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്നത്രേ. അതേ ദൈവത്തിലെ ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. നിങ്ങൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവിധലായി മാറിയെങ്കിൽ ഓർത്തുകൊള്ളണം, നിങ്ങൾ കർത്താവിന്റെ നിക്ഷേപമാണ്. നല്ല മുന്തിരിവള്ളിയുടെ ഒരു ശാഖയാണ് നിങ്ങൾ. ആമേൻ. ദൈവ കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവത്തിന്റെ മണവാട്ടിയാണ് നിങ്ങൾ. ആമേൻ. ജീവനുള്ള കല്ലാണ് നിങ്ങൾ. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പായി കണ്ടവരാണ്, വെളിച്ചമായി കണ്ടവരാണ്, ക്രിസ്തുവിന്റെ പത്രമായി കണ്ടവരാണ്, ക്രിസ്തുവിന്റെ സുഗന്ധമായി കണ്ടവരാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ കൂട്ടത്തിൽ, റോയൽ പ്രീസ്റ്റ് കൂട്ടിൽ എണ്ണപ്പെട്ടവരാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ പദവികളെയൊക്കെ മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകും. നമ്മൾ ആരെന്നുള്ള ബോധ്യം നമ്മളെ ഭരിച്ചെങ്കിൽ മാത്രമേ ഒരു ജയജീവിതത്തിന് തന്നെ നമുക്ക് മനസ്സുണ്ടാകുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകൾ ഒരുപാട് നിങ്ങളെ നോവിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സർജറി നടക്കുമ്പോൾ എല്ലാ കേടും പുറത്തെടുക്കേണ്ടതിനായി ആ വചനം ഇറങ്ങി വരുമ്പോൾ അതിനകത്തൊരു കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്ത് പറയുന്ന 3 പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എന്താണ് പറയുന്നത്? 1 നിങ്ങളുടെ ആത്മാവും, പിന്നെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം. നോക്കുക, ഇതിന് അപ്പോസ്തലനായ പത്രോസ്
പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനോട് ചേർത്ത് ധ്യാനിക്കേണ്ട ഭാഗമാണത്. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശുദ്ധീകരണത്തെ കുറിച്ചാണല്ലോ. നോക്കുക, 1 പത്രോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാം വാക്യം ശ്രദ്ധിക്കുക. 14-15 വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ പണ്ട് നമുക്ക് സൗരങ്ങളെ ഈ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഉണ്ട്. എനിക്ക് ഒരു മോഹവും ഇല്ലെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപടതയാണ്, പാപമാണ്. ഞാന് രക്ഷിക്കപ്പെട്ട നാളിൽ എനിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒന്ന് പോയി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പൊ ചെന്നപ്പോൾ അതിന്റെ സമയം തീർന്നു പോയി. പിന്നെ അവര് വെച്ചത് 3 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും കർത്താവേ, ഞാൻ എവിടെ പോയിരിക്കും? നോക്കിയപ്പോ എനിക്ക് എങ്ങും അതിന് പറ്റിയൊരു സ്ഥലമില്ല. അപ്പൊ മനസ്സിൽ തോന്നി, ശരി, സിനിമാ തിയേറ്ററിൽ പോയേക്കാം. അന്ന് ലാസ്റ്റ് ഇറങ്ങിയ പിക്ചർ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തു. എനിക്ക് കയറാനോ കാണാനോ ഒരു മനസ്സും താല്പര്യമില്ല, പക്ഷെ എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കണമല്ലോ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ലവ് സ്റ്റോറി കാണാനിരുന്നു. പക്ഷേ തിയേറ്ററിൽ കയറിയ സമയം മുതൽ തീരുന്ന സമയം വരെ മുമ്പിലുള്ള സീറ്റിലോട്ട് എൻ്റെ 2 കൈയും മടക്കി വെച്ച് തലകുനിച്ചിരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അവിടെ എന്തെല്ലാം ചാട്ടം നടക്കുന്നു, ഗുസ്തി നടക്കുന്നു തിയേറ്ററിനകത്ത്. നമ്മുടെ കാതിലൊന്നും കയറുന്നില്ല, നമ്മുടെ മനസ്സിലൊന്നും വരുന്നില്ല. കാര്യം എന്താ? പഴയ മനുഷ്യൻ മരിച്ചു പോകും. ആ ലോകത്തിന്റെ ഒരു മ്ലേച്ഛതയും കാണാനോ ആസ്വദിക്കാനോ നമ്മുടെ മനസ്സ് പറ്റുന്നില്ല. അവിടെ കൈ മടക്കി വെച്ച് തല കുനിച്ചിരുന്ന് അവിടെ ഇരുന്ന് കരയുക ദൈവസന്നിധിയിൽ. കാര്യം ഇത് തന്നെയാണ്. പണ്ട് ചില ആളുകൾ ചോദിക്കും, പാസ്റ്ററെ, മൂവി കാണുന്നത് പാപമാണോ, തെറ്റാണോ? വെറിക്കൂത്ത് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ചില ട്രാൻസ്ലേഷൻ മൂവി എന്ന് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം അപ്പൊ ജീസസ് വിലിയം കാണുന്നത് തെറ്റാണോ? സഹോദരങ്ങളെ, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ, എൻ്റെ കാഴ്ചപ്പാട് പറയാം. നിങ്ങൾ കാണുന്നത് ദൈവത്തോട് അടുക്കുവാൻ ഒരു സാധ്യതയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കാണും. ഞാൻ പറഞ്ഞത് സെർട്ടൻ കാര്യങ്ങൾ അവയർനെസ്സിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിനെ അറിയാനിടയായിത്തീർന്നത് ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്ന അവര് പുറത്തിറക്കിയ ജീസസ് ഫിലിമാണ്. ഏതാണ്ട് 1500-ലധികം ഭാഷയിൽ അത് ഡബ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുട്ടാത്തർക്കങ്ങളും മുടന്തന്യായങ്ങളും ആളുകൾ ചോദിച്ച് പോകാറുണ്ട്. അവർക്ക് കുറച്ച് കാണാൻ അനുവദിക്കുക, അവരെ വിടുക. കാരണം ആരെല്ലാം റിയലൈസ് ചെയ്ത് വരട്ടെ. കാരണം ഒരു മോഹം ഉള്ളിൽ കടന്നിട്ട് ഒരു കാര്യം നിർബന്ധത്താൽ ഒഴിവാക്കിയാൽ അതുകൊണ്ട് അർത്ഥമാകുന്നില്ല. ഉള്ളിൽ അത് പിന്നെയും മനസ്സ് പറ്റിപ്പിടിച്ച് കിടക്കും. അതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതിനകത്ത് ഒരു കാര്യവുമില്ലെന്ന്. ഒരിക്കൽ ഒരു രാജാവ് ഇങ്ങനെ ഓരോ മാസവും ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ താല്പര്യപ്പെട്ട് തൻ്റെ വിശ്വസ്ത മന്ത്രി ഈ രാജാവിനെ കൊണ്ട് പൊറുതിമുട്ടി. ഓരോ രാജ്യങ്ങളിൽ പോവുക, രാജാവിന് വേണ്ടി ഇങ്ങനെ ഭാര്യമാരെ തിരക്കി വരികയാണ്. ഒരു ദിവസം ബുദ്ധിമാനായ ഈ രാജാവ് ഇങ്ങനെ പറഞ്ഞു, പ്രഭു, ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്, ആ വിരുന്ന് കഴിച്ചിട്ട് മതി രാജാവേ. ഇനി രാജാവ് ഞാൻ അടുത്ത വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പായസം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട്, അദ്ദേഹത്തിന് 35 ഭാര്യമാരുണ്ട്, 36 പാത്രത്തിനകത്ത് പുള്ളി ഇങ്ങനെ ഒരു പായസത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ കോരി അതിൽ നിറച്ചിട്ട് 36 സ്പൂണ് അദ്ദേഹം റെഡിയാക്കി വെച്ചു. അപ്പൊ 35 വരിവരിയായി വെച്ചിട്ട് 36-ാമത്തെ ആ ചെറിയ പാത്രവും ഒരു സ്പൂണും വെച്ച് മാറ്റി വെച്ചിട്ട്, അപ്പൊ രാജാവ് പറഞ്ഞു ഇതെല്ലാം ഒരേപോലെ ടേസ്റ്റ് ആണല്ലോ. അപ്പൊ 36-ാമത്തെ പാത്രത്തിൽ ചെന്നിട്ട് അദ്ദേഹം കഴിച്ചപ്പോൾ പറഞ്ഞതില്ല. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഈ ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളും ഈ ലോകത്തിന്റെ അഭിലാഷങ്ങളും എല്ലാം ഇതുപോലെ തന്നെയാണ്. ബുദ്ധിമാനായ മന്ത്രിയുടെ ആ ഒരു വിവരത്തോടു കൂടിയുള്ള, വിവേകത്തോടു കൂടിയുള്ള ബോധവൽക്കരണത്തോടു കൂടി രാജാവ് മന്ത്രിയോട് ഇപ്രകാരം പറഞ്ഞു, മന്ത്രി, നീ പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ്. ഇതെല്ലാം അല്പനിമിഷത്തേക്കുള്ള ക്ഷണികമായ കാര്യങ്ങളാണെന്ന് നീ ഇതിനാൽ എനിക്ക് ബോധം വരുത്തി. അതോടുകൂടി അദ്ദേഹത്തിന്റെ വിവാഹം, അടുത്ത വിവാഹത്തോടുള്ള താല്പര്യം മാറി. ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന ആ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ,
പിന്നെന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളെ വിളിച്ച വിശുദ്ധനു ഒത്തവണ്ണം. അനുസരണമുള്ള മക്കളായി. നോക്കുക, അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതോടുകൂടി നമുക്കിനി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആ വേദഭാഗം ആർക്കെങ്കിലും കിട്ടിയോ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു എന്ന് ഒരു ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ റെഫറൻസ് അങ്ങോട്ട് ഓർക്കുന്നില്ല. ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയെങ്കിൽ എടുത്ത് പറയാം, ഇല്ലെങ്കിൽ ഞാൻ ലേറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈവനിങ്ങിൽ അത് തരാം. ഓക്കെ, അപ്പോൾ പുത്രനാണെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാലാണ് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഇനി തപ്പാൻ പോകണ്ട, ശ്രദ്ധിച്ചാട്ടെ മെസ്സേജ്. അപ്പോൾ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു എന്നാണ്. അപ്പോൾ എന്താണ്? അനുഭവിച്ച കഷ്ടങ്ങളാലാണ് അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നത്. ഇവിടെ പത്രോസ്ലീഹ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. എന്ത് പാപവും ചെയ്യുന്നത് തെറ്റല്ല. ഇന്നത്തെ ഒരു ന്യൂജന്റെ ഡോക്ടറിനിൽപ്പെട്ട ഒരു ഉപദേശം നിങ്ങൾ കേട്ടുകൊള്ളുക. ഇങ്ങനെയാണ് അവർ പ്രസംഗിക്കുന്നത്: നിങ്ങൾ ചെയ്ത പാപത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനും ചെയ്യാനുള്ള പാപത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത്. അപ്പൊ പാപം ചെയ്യാൻ ലൈസൻസ് ആയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് പരസ്ത്രീ ബന്ധം പാപമല്ല, ദ്രവ്യാഗ്രഹം പാപമല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കേൾപ്പാനിടയായി തീർന്നു. അംബാനിയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരിക, അദാനിയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരിക, പ്രാർത്ഥിക്കുക. എത്ര ഭയാനകം അല്ലേ? എത്ര സങ്കടകരം! അന്ത്യകാലത്ത് അവർ നിങ്ങളെ വാണിഭമാക്കും. കൗശലവാക്കിനാൽ വശീകരിച്ച് വാണിഭമാക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ എത്ര ശ്രദ്ധയോടെ കേൾക്കണം. ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുകയും വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുകയും ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ അകത്തേക്ക് കടക്കുകയും ചെയ്യുന്ന ഉള്ള വചനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോളോ ജീസസ്, ഫോളോ ജീസസ് ഓൺലി. പ്രൈസ് ഗോഡ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. ടേക്ക് മൈ യോക്ക് ആൻഡ് ഫോളോ മീ എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ അനുകാരികളാകാൻ, യേശുവിന്റെ ശിഷ്യരാകാൻ, യേശുവിൽ വസിപ്പാൻ, ആ നല്ല മുന്തിരിവള്ളിയുടെ ശാഖയായി മാറാൻ മാത്രമാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഫോളോ ചെയ്യരുത്. ഫോളോ ഓൺലി ക്രൈസ്റ്റ്. നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ നിങ്ങൾ പറയണം, ഞാൻ യേശുവിനെ ഫോളോ ചെയ്യുന്നു. അവർക്ക് ആർക്കും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ യേശുവിന്റെ വചനത്തെ ഫോളോ ചെയ്യുന്നു. താങ്ക് യു. പ്രൈസ് ലോർഡ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. അനുമാമിക്ക് വളരെ നന്ദി. ആമേൻ. പ്രൈസ് ലോർഡ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന സിദ്ധ ഹോ ഗയാ എന്നാണ്. അനുസരണം പഠിച്ച് പെർഫെക്റ്റ് ആയെന്ന്. അപ്പം നമ്മൾ കിടന്നുകൊണ്ട് നിലവിളിയാ, കർത്താവേ ഈ കഷ്ടതയൊന്ന് മാറ്റണേ, ഈ പ്രശ്നം ഒന്ന് മാറണേ. ഞാൻ പറയാറുണ്ട്, നമ്മൾ ശരിയാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ശരിയാവും. അതുവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ചില ശോധനകൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ ഇനിയും പപ്പായെ ഒട്ടച്ചു വാർട്ടാണ്. അപ്പൊ പിള്ളേർ ചോദിക്കും, എൻ്റെ അപ്പ ഇനി അപ്പായ എന്തോ ഉടയ്ക്കാം. അപ്പൊ ഞങ്ങളെയൊക്കെ എന്തോ ഉടക്കലായിരിക്കും ഇനി ഉടയ്ക്കാം. ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല. പോളിഷ് ചെയ്യുമ്പം ഏറ്റവും നല്ല പോളിഷ് ചെയ്താലേ അത് തിളങ്ങത്തുള്ളൂ. ഇതിന്റെ ഗ്രൈൻസ് എല്ലാം ഇനി പുറത്ത് വരണ്ടേ. ആ ഗ്രൈൻസ് എല്ലാം ഇനി പുറത്ത് വരണമെങ്കിൽ അതുപോലെ ഗ്ലോസി ആയിട്ട് പേപ്പർ പിടിച്ച് റെഡിയാക്കിയിട്ട് അതിനകത്ത് അടിക്കേണ്ടതെല്ലാം അടിച്ച് ഇത് പുറത്തു കൊണ്ടുവരത്തുള്ളൂ. സ്തോത്രം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എന്തെഴുതിയിരിക്കുന്നു? അതെ, വായിക്കാം. എല്ലാ നടപ്പിലും, അല്ലേ? നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്താണ്?
നിങ്ങളെ വിളിച്ച വിശുദ്ധനോത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ നിയോഗം കിട്ടുമ്പോൾ ശാസിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. അതിന് പോള് പറഞ്ഞിരിക്കുന്നത് അനുസരണ കേടിന്റെ ആത്മാവിനാൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിന്റെ ആത്മാവ്, ആ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. അനുസരണം കെട്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്. പക്ഷെ ഇവിടെ കാണുന്നത് എന്താണ്? അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, കാരണം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. ഈ കോമഡി പറയുന്നതിനോ ചിരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ദൈവകൃപ കളയുന്ന കോമഡി ആകണം. ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അത് കേൾക്കുമ്പോൾ ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. അതിനകത്ത് നമുക്ക് നല്ല നല്ല ആശയങ്ങൾ കിട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വേറൊരാളുടെ സ്വകാര്യ ജീവിതത്തെ എടുത്ത് സംസാരിച്ച് അശുദ്ധിയുടെ ഒരു സംഭാഷണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ വിലക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഞാനൊരു ബുദ്ധിപദേശം പറയാം, പെതുക്കെ നിങ്ങൾ എഴുന്നേറ്റങ്ങ് പോയേക്കണം. നിങ്ങൾ അവിടുന്ന് അങ്ങ് മാറി അങ്ങ് പോയേക്കണം. മാറിപ്പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും, അത് ആ സിസ്റ്ററിന് പിടിച്ചില്ല കേട്ടോ. പിന്നീടുണ്ടല്ലോ അവര് നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു സംഭാഷണം പറയത്തില്ല. കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിന് താങ്ക്സ് പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റങ്ങ് പോകണം. പ്രൈസ് ഗോഡ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ അങ്ങനെയുള്ളവർ പറഞ്ഞാ പാസ്റ്റർ വരുന്നേ സംസാരിക്കല്ലേ. നമുക്കെല്ലാ മേഖലയിലും മാതൃകയാക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇനി അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരിക. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വായിച്ചേട്ടലീസ, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ സൗരങ്ങളെ, ഈ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ LKG ആണ്. അത് കിൻഡി സ്കൂളിലുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ. അതാണ് ഓരോ ദിവസത്തെ സാന്റിഫിക്കേഷനും പ്യൂരിഫിക്കേഷനും. പ്രൈസ് ഗോഡ്. നമ്മൾ പല ആളുകളും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, സ്വത്രകാഴ്ചയും കൊടുക്കും, ദശാംശം കൊടുക്കും, യോഗം മുടക്കുന്നില്ല, അതുകൊണ്ടൊന്നും സ്വർഗത്തിപ്പാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ. പ്രൈസ് ഗോഡ്. ക്രിസ്തീയ ജീവിതം അത് വളരെ ഡിസിപ്ലിനായി ദൈവത്തിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അവിടെ നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം. ശുദ്ധീകരണത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഭാഗം തീരുന്നില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈവനിങ്ങിലും നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ധ്യാനിപ്പാൻ കർത്താവ് അവസരം നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അന്നമാമ വർഗീസ് പ്രാർത്ഥിച്ചാണ്. ഞാനാണോ? യെസ്. കർത്താവേ, കേട്ട വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിച്ചതിനാൽ സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഓരോ ദിവസവും കർത്താവേ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള കൃപ തന്നിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ദൈവമേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വളരെ ആഴമായിട്ട് കർത്താവേ ഹൃദയത്തിൽ പതിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. അപ്പാ കർത്താവെ, ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരോധമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇടയാകാതെ വണ്ണം കർത്താവെ ദൈവ ഭയത്തിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ഞങ്ങളോട് കർത്താവെ, ഓരോ ദിവസവും കർത്താവെ അപ്പാ അവിടത്തേക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ വണ്ണം കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ വിടുതലെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരവും മനസ്സും ആത്മാവും കർത്താവെ ഞങ്ങളുടെ ഓരോ ചിന്തകളും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അപ്പാ പരിശുദ്ധാത്മ
നയിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ, അനുസരണമുള്ള മക്കളായിട്ട് നിനക്ക് സന്തോഷവും സമാധാനവും തരുന്ന കുഞ്ഞുങ്ങളാക്കി കർത്താവെ ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ ദിവസം കഴിയും തോറും കർത്താവെ നിന്നെ കൂടുതൽ രുചിച്ചറിയുവാനുള്ള കൃപ തരണമേ. നിന്നെ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ, അനുസരണമുള്ള മക്കളായി ജീവിക്കുവാൻ സഹായിക്കണമേ കർത്താവെ. അപ്പാ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവെ. അപ്പാ ഞങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രയും എഫേർട്ട് എടുത്ത് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തനങ്ങൾക്ക് കർത്താവെ അദ്ദേഹത്തിന് 100 മേനിയായിട്ട് അവിടുന്ന് പ്രതിഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരോഗ്യപരമായിട്ട് കർത്താവെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഉച്ച തൊട്ടുള്ളങ്കാല് വരെയും അകത്തും പുറത്തും കർത്താവെ എല്ലാ സൗഖ്യം കൊടുത്ത് കർത്താവെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിന്റെ വീക്ക്നെസ്, വേദനകള്, നീര് എല്ലാം മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സാമ്പത്തികമായ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് കർത്താവെ കരുതി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ആവശ്യങ്ങളും കർത്താവെ അവിടുത്തെ മുൻപാകെ വയ്ക്കുന്നു. അവിടുന്ന് അറിയാത്ത ഒന്നുമില്ലല്ലോ അപ്പ. തക്ക സമയത്ത് കർത്താവെ ആള് സഹായം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും കർത്താവെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എസ്പെഷ്യലി കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങൾ കർത്താവെ, ജോഷുവ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ സിസ്റ്ററുടെ കുഞ്ഞ് കർത്താവെ, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജെഫി, I don't remember the name of that sister. കർത്താവെ, അപ്പ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, അസാധാരണമായ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ, അപ്പ ഇതിനെല്ലാം കർത്താവെ ഇതെല്ലാം മാറ്റി കൊടുക്കാൻ അവിടുത്തെ ശക്തനാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. നിന്നാൽ കഴിയാത്ത യാതൊന്നുമില്ലല്ലോ കർത്താവെ. നിന്റെ അടിപ്പടലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അവിടുത്തെ വചനം പറയുന്നല്ലോ അപ്പ അത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഞങ്ങൾ ആരും കർത്താവെ കിടപ്പ് രോഗികളായി പോകരുതേ കർത്താവെ, അപങ്കരായി പോകരുതേ കർത്താവെ. അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ കുരുന്നിലെ തുള്ളി പോകുവാൻ ഇടയാകലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസിന്റെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ ആരും എടുത്ത് കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അകാല മരണം, അപകട മരണം, അസാധാരണ മരണം ഒന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ വഴിതെറ്റി പോകുന്നവരായിട്ട് ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവഭയത്തിൽ കർത്താവെ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ കർത്താവെ, ആ സത്യത്തിൽ വളരുവാൻ, സത്യത്തിൽ മുമ്പോട്ട് പോകുവാൻ, ആ സത്യം വിട്ടുകളയാതെ കർത്താവെ അതിനെ വാങ്ങിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രയും നേരം അവിടുത്തെ സന്നിധിയിൽ കഴിഞ്ഞു. ഈ സന്നിധി വിട്ടുപോകാൻ ഞങ്ങൾക്കിടയാകാതെ ഞങ്ങളുടെ ഓരോ ചിന്തകളും സംസാരങ്ങളും പ്രവർത്തികളും എല്ലാം അവിടുത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. ഞങ്ങളോട് മനസ്സിൽ ഉണ്ടായി ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ട് ഉത്തരം വരണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ആശീർവാദം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. Thank you very much. See you in the evening. Amen.